നമ്മളിപ്പോൾ എന്ത് സംസാരിച്ചാലും ഒരാളത് ഒളിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുക മാത്രമല്ല അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സംഭവം തിരിക്കോ, നമ്മളിപ്പോൾ എന്തെങ്കിലും വാങ്ങുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി തമ്മിലിങ്ങനെ സംസാരിക്കുന്ന നേരം അത് നമ്മളെ ഫോണിൽ നിന്ന് ഒരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആര്? വേറെ ആര്? നമ്മളെ ഗൂഗിളായിട്ട് എന്നിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാം. നമ്മളെന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പരസ്യം നമുക്ക് തരും. നമ്മൾ ഫോണിൽ എവിടെ തുറന്നാലും അതിൻ്റെ പരസ്യം ഉണ്ടാവും. നമ്മൾ സംസാരിച്ച് എന്തിനെ പറ്റിയാണോ അതിനെ പറ്റിയുള്ള പരസ്യം ഉണ്ടാവും. അതായത് നമ്മൾ സംസാരിക്കുന്നത് ട്രാക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പരസ്യം നമുക്ക് ഗൂഗിളായിട്ട് തരിക. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യട്ടോ. അതെങ്ങനെ? നമുക്ക് അതൊന്ന് നോക്കാം ഇന്ന്. അതിന് നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ നിന്നുണ്ടാവും. സെറ്റിങ്സിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവും ഗൂഗിളിൽ നിന്ന്. ആ ഗൂഗിൾ ഒന്ന് തുറക്കുക. തുറന്നാൽ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു കള്ളിൻ്റെ ഉള്ളിൽ കാണാം. അതൊന്ന് എടുക്കുക. അതെടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കിയാൽ ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഭാഗം കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ കുറച്ച് താഴേക്ക് പോവുക. താഴേക്ക് പോയാൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഒരു ഭാഗം കാണാം. അതൊന്ന് തുറക്കുക. അത് തുറന്നിട്ട് കുറച്ച് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാം ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഒരു ഭാഗം. ഇതിങ്ങനെ ടിക്ക് മാർക്കിലുള്ളതെന്നുണ്ടെങ്കിൽ അതങ്ങ് ഓഫായി കളയുക. സ്റ്റോപ്പ് സേവിങ് എന്നുള്ള ഇത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വോയിസിനനുസരിച്ച്, അതായത് നമ്മൾ സംസാരിക്കുന്ന ട്രാക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള പരസ്യം നമുക്ക് തരില്ല. സംഭവം തിരിഞ്ഞോ? അപ്പോൾ അതങ്ങ് ഓഫായിക്കാം. എന്നാൽ കുറച്ച് നമ്മളെ സംസാരത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മളെ വോയിസ് ട്രാക്ക് ചെയ്തിട്ടുള്ള പരസ്യം പ്രൊവൈഡ് ചെയ്യൽ ഗൂഗിൾ അങ്ങ് നിർത്തും. ഇല്ലെങ്കിൽ ഏത് ആപ്പ് തുറന്നാലും നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ചുള്ള പരസ്യം നമുക്ക് തരും. അതുപോലെ നിങ്ങൾ ടെസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള അത് ട്രാക്ക് ചെയ്തിട്ടുള്ള പരസ്യം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതും ഗൂഗിൾ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഇതും ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവായി കളയുക. ഇനിയിപ്പോൾ മുമ്പ് നിങ്ങളെ ഈ ആക്ടിവിറ്റിയൊക്കെ ഗൂഗിൾ സേവ് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വ്യൂ ഓൾ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ കാണും. അതിനോരോന്നിൻ്റെ നേരെ ഇൻറ്റു മാർക്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഇനി ഇതൊന്നും വേണ്ട, ഇനി ഈ മേലിൽ സേവ് ആകുകയും വേണ്ട എന്നുണ്ടെങ്കിൽ ടേൺ ഓഫ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ടേൺ ഓഫ് ആൻഡ് ഡിലേറ്റ് ആക്ടിവിറ്റി എന്നുള്ള ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ടേൺ ഓഫ് എന്നുള്ള ഇത് കൊടുക്കുക. നമുക്ക് ടേൺ ഓഫ് ചെയ്യാം. ഡിലേറ്റ് ആക്ടിവിറ്റിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മളെ എല്ലാ ഹിസ്റ്ററിയും ഡിലേറ്റ് ആവും. അതായത് ഗൂഗിൾ ട്രാക്ക് ചെയ്ത് വെച്ച സേവ് ചെയ്ത് വെച്ച നമ്മളെ എല്ലാ റെക്കോർഡും അവിടെ ഡിലേറ്റ് ആവും. ഇനി അങ്ങോട്ട് ഗൂഗിൾ ട്രാക്ക് ചെയ്യുന്ന അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. സംഭവം തിരിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഗൂഗിൾ പരസ്യം തരണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങ് ഓഫാക്കി കഴിഞ്ഞേക്ക്. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്. നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്ക് കൊടുത്തേക്ക്. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.